നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇറാന്റെയും സഖ്യകക്ഷികളായ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഭീഷണിയെ തുടർന്ന് വാഷിംഗ്ടൺ പ്രതിരോധം ശക്തപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ US സൈന്യം മിഡിൽ ഈസ്റ്റിലേക്ക് അധിക യുദ്ധവിമാനങ്ങളും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് പെന്റഗൺ അറിയിച്ചു. ഇറാന്റെയും അതിന്റെ പ്രോക്സികളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമാക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തു. യൂറോപ്യൻ മിഡിൽ ഈസ്റ്റ് മേഖലകളിലേക്ക് കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള ക്രൂയിസറുകൾക്കും ഡിസ്ട്രോയറുകൾക്കും ഡിഫൻസ് സെക്രട്ടറി ലോയ്സ് ഓസ്റ്റിൻ ഉത്തരവിട്ടതായും കൂടുതൽ കര അധിഷ്ഠിത ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ആയുധങ്ങൾ അവിടേക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായും ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കൾക്കെതിരെ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി മിഡിൽ ഈസ്റ്റിൽ ആക്രമണം വർദ്ധിക്കുന്നതിനെ കുറിച്ച് US നേതാക്കൾ ആശങ്കാകുലരാണ്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കോളിൽ ബൈഡൻ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും സാധ്യമായ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി പുതിയ US സൈനിക വിന്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. 2 ദിവസം മുമ്പ് ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തിയതിന് മറുപടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധവിമാനങ്ങളുടെ ഒരു അധിക സ്ക്വാഡ്രൺ US അയക്കുന്നുണ്ട്. ഒമാനിലെ ഗൾഫിലുള്ളതും എന്നാൽ ഈ വേനൽക്കാലത്തേക്ക് നാട്ടിൽ വരാനിരിക്കുന്നതുമായ US തിയോഡോർ റൂസ്വെൽറ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന് പകരമായി മിഡിൽ ഈസ്റ്റിലേക്ക് USS എബ്രഹാം ലിങ്കൺ എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന് ഓസ്റ്റിൻ ഓർഡർ നൽകി. അടുത്ത വർഷം വരെ ഇറാനെതിരായ ഒരു പ്രതിരോധം എന്ന നിലയിൽ ഒരു കാരിയർ മേഖലയിൽ സ്ഥിരമായി നിലനിർത്താൻ പെന്റഗൺ തീരുമാനിച്ചതായി സൂചിപ്പിക്കുന്നു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയുടെ വധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കി. ഇവിടെ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കി. ഈ മാസം 8 വരെയാണ് സർവീസുകൾ റദ്ദാക്കിയത്. റദ്ദാക്കിയ സർവീസുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ടിക്കറ്റ് മാറ്റി ബുക്ക് ചെയ്യാൻ ഒറ്റത്തവണ ഇളവോ അല്ലെങ്കിൽ ടിക്കറ്റ് റദ്ദാക്കി പണം മടക്കി വാങ്ങുന്നതിനുള്ള അവസരമോ ഉറപ്പാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് സർവീസുകൾ റദ്ദാക്കാനുള്ള തീരുമാനമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടത്. ഇറാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മസൂദ് പെസഷ്കിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹാനിയ. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹമാസും ഇറാനും രംഗത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.